വോട്ട് കൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം ബീഹാറിൽ തുടക്കമാകുന്നു. സസാറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് 16 ദിവസത്തെ യാത്ര. ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്കൊരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ. മല്ലികാർജ്ജുൻ ഖാർഗെ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരും യാത്രയ്ക്കെത്തും. യാത്ര ആരംഭിക്കുന്ന സസാറാമിൽ ഞങ്ങളുടെ പ്രതിനിധി PR അരവിന്ദ് ഉണ്ട്. അരവിന്ദ്, യാത്ര തുടങ്ങാറായോ? എത്ര വലിയ മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ അവിടെ ഇന്ത്യ സഖ്യമാകെയും കോൺഗ്രസ് വിശേഷിച്ചും അവിടെ നടത്തിയിട്ടുണ്ട്? രാഹുൽ ഗാന്ധി അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് അരവിന്ദ്? ഷെഫീദിന്റെ വോട്ട് കൊള്ളക്കെതിരായുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ബീഹാറിൽ നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. 12 മണിയോടുകൂടി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. വോട്ടർ അധികാർ യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന യാത്ര ഏകദേശം 1300 കിലോമീറ്ററോളമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. ബസ്സിലും അതുപോലെ തന്നെ കാൽനടയുമായിട്ട് രാഹുൽ ഗാന്ധി സഞ്ചരിക്കും. ഇപ്പോൾ ഈ സസാറാമിലെ പ്രധാനപ്പെട്ട ഒരു മൈതാനമാണ്. ഇവിടെ നിന്നാണ് ഈ റാലിക്ക്, രാഹുലിന്റെ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ അന്തിമഘട്ടത്തിലാണ്. നമുക്കറിയാം, ഒരു വശത്ത് RJD പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി ഈ മൈതാനത്തെത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ RJD ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ RJD നേതാവ് തേജസ്വി യാദവ് കൂടി രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് ഈ വേദിയിൽ അണിനിരക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ നമുക്കറിയാം, നിരവധി ക്രമക്കേട് ആരോപണമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്നത്. കാരണം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അതിലൊന്നും പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. ഇവിടെ പ്രവർത്തകരുടെ कैसे राहुल का ये कैसा लग रहा है आज का मूवमेंट? यह यात्रा एक परिवर्तन की शुरुआत है. जिस तरह से भारत जोड़ो यात्रा ने पूरे देश में लोगों को एक आशा दी और मोदी सरकार दो लोगों के सहारे पे गठबंधन की सरकार बन गई, ठीक उसी तरह से आज जो ये यात्रा शुरू हो रही है, ये बिहार में एक नई उम्मीद की शुरुआत है कि जिस तरह से उन्होंने लगातार लोकतंत्र और संवैधानिक संस्थाओं को खत्म करना चाहा है और राहुल गांधी जी ने पूरे देश को दिखाया कि किस तरह से इन लोगों ने वोट चोरी की और किस तरह से इन्होंने सरकार को चुराया, और पूरी बिहार की जनता के साथ साथ पूरे देश की जनता ये समझ चुकी है. और आने वाले वक्त में, आने वाले समय में एक नया आगाज होगा और बिहार में इंडिया गठबंधन की सरकार बनने जा रही है. എന്തായാലും ഇപ്പോൾ BJP NDA സർക്കാർ നടത്തുന്ന കള്ളത്തരങ്ങളെല്ലാം ബീഹാറിലെ ജനങ്ങൾ അടക്കമുള്ളവർ മനസ്സിലാക്കിയെന്നതാണ് ഇവിടെ എത്തുന്ന ഓരോ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ മുന്നറിയിപ്പ് ഈ റാലിയോടുകൂടി NDA സർക്കാരിന് നൽകുവാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടെത്തും. പ്രധാനമായും മുദ്രാവാക്യങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഒരു വോട്ടർക്ക് ഒരു വോട്ട്, ഒരാൾക്ക് ഒരു വോട്ടെന്ന കൃത്യമായ വ്യവസ്ഥ പാലിക്കണം. കാരണം വലിയ രീതിയിലുള്ള കൃത്രിമത്വം കർണാടകയുടെ അടക്കം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. കാരണം കൃത്യമായ തെളിവുകൾ നൽകിയിട്ട് പോലും അത് പരിശോധിക്കാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് ഒരു നേരിട്ടൊരു പോരിന് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം ശക്തമായി മുന്നേറാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എത്ര തവണയാണ് ബീഹാറിൽ എത്തിയത് നമ്മൾ കണ്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന അതിന്റെ അടുത്ത ദിവസം പോലും പ്രധാനമന്ത്രി ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ നീക്കത്തിൽ കൂടി ചെറുക്കുക എന്നത് ഇന്ത്യ സഖ്യത്തെ ഇന്നത്തെ ഈ യാത്രയോട് കൂടി ലക്ഷ്യം വെക്കുന്നു. 16 ദിവസമാണ് രാഹുലിന്റെ യാത്ര നീണ്ടു നിൽക്കുക. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളടക്കം ഈ യാത്രയിൽ രാഹുലിനൊപ്പം എത്തും. കാരണം നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു മാർച്ച് ഇന്ത്യ സഖ്യം നടത്തിയത്. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞപ്പോഴും ആം ആദ്മി പാർട്ടി കൂടി ഇതിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. എന്തായാലും 12 മണിയോടുകൂടിയാണ് രാഹുലിന്റെ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് നടക്കുക. ഇന്ന് ഏകദേശം 40 കിലോമീറ്ററോളം രാഹുൽ സഞ്ചരിക്കും. ഔറംഗാബാദിലാണ് ഇന്നത്തെ യാത്ര ഇന്ന് സമാപിക്കാൻ പോകുന്നത്. ശക്തമായ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തന്നെയാണ് സസാറാമിൽ പുരോഗമിക്കുന്നത്.